ഒരു പെൺകുട്ടി നമ്മളുടെ മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ മതം വിട്ടു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സംഘികളും യുക്തിവാദികളുമാണ്. യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ കുയുക്തിവാദികൾ, പ്രത്യേകിച്ച് യുക്തിവാദികൾ എന്ന് അഭിനയിക്കുന്ന കള്ളക്കൂട്ടങ്ങൾ. അല്ല, എന്റെ സംശയം, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്നത്, എന്റെ ഒരു ഡൗട്ടാണ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടാക്കാനും മാത്രമുള്ള കാര്യം എന്താ പെൺകുട്ടി ചെയ്തത്? ഇപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വന്ന ഒരു മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിക്കവാറും എന്റെ ടൈമിൽ എനിക്ക് തന്നെ സംഘി കോളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി എന്നെ വിളിക്കാറുണ്ട്. വിനോദ് എന്നാണ് പേര്. അപ്പൊ പുള്ളിയുടെ നമ്പർ ഞാൻ ഫസ്റ്റ് കമന്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളവർ, പ്രത്യേകിച്ച് നല്ല എഡ്യൂക്കേഷൻ ഉള്ളവർ മാത്രം അവനെ വിളിക്കുക, അവനോട് സംസാരിക്കുക. വല്ലാണ്ട് മടുത്തിട്ടാണ് ഞാൻ ഈ നമ്പർ റിവീൽ ചെയ്യുന്നതും അവന്റെ ശല്യം പൊറുക്കാതെ ഞാൻ എന്റെ ഫോട്ടോയിൽ റിവീൽ ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു വ്യക്തിയെ പിന്തുടർന്ന് ആക്രമിക്കുക എന്ന് പറയുന്നത് ഇതിനെയാണ്. ഒരു കാര്യമില്ല, വന്ന് കെഞ്ചി കേണ് കാല് പിടിച്ച് വാട്സപ്പ് ഓപ്പൺ ചെയ്യിപ്പിക്കും. ഓപ്പൺ ചെയ്ത ശേഷം വീണ്ടും ഇതുപോലത്തെ കൊണ വർത്തമാനമാണ്. അപ്പൊ ഇന്നിട്ടത് എന്താണെന്ന് ഞാൻ ഒന്ന് വായിക്കാം. അതിന്റെ ഇത് ഞാൻ ഇവിടെ കൊടുക്കുകയും ചെയ്യാം. വാത്മീകി വേടൻ അല്ലെങ്കിൽ രാക്ഷസനാണ്, കൊള്ളക്കാരനാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഷെഫീന മദ്രസയിൽ വെച്ച് ഈ രാമായണം പഠിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ സമയം കിട്ടുമ്പോൾ ഖുറാനും ഹദീസും ഒന്ന് കാര്യമായി പഠിക്കണം. അല്ലാതെ എപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് വഴുതി പോകരുത്. ഇത് ഇത്രയും മറുപടി പറഞ്ഞിട്ട് അടുത്തത് പറയാം. വാത്മീകി വേടൻ അല്ലെങ്കിൽ രാക്ഷസനാണ്, കൊള്ളക്കാരനാണ് എന്നൊക്കെ ഞാൻ കൃത്യമായി അത് എവിടെയാണുള്ളത്, ഏത് പുസ്തകത്തിലാണ്, എങ്ങനെയാണെന്ന് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. വേറെ ആർക്കും അത് കിട്ടിയില്ലെങ്കിൽ നിനക്കത് കിട്ടിയിട്ടുമുണ്ട്. എങ്ങനെയാണ് അതുണ്ടായിരുന്നത്? പിന്നെ ഒരുത്തൻ വെള്ളത്തിനകത്ത് ഇറങ്ങി നിന്നപ്പോ സ്ഖലനം നടത്തി, ആ സ്ഖലനം കുടിച്ച ഉടനെ മത്സ്യത്തിന് ഗർഭമുണ്ടായി. ഇത്തരത്തിലുള്ള വക്ര വൃത്തികേടുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഹദീസിലും ഖുറാനിലും അല്ല, അത് ഏതിലാണെന്ന് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ വ്യാഖ്യാനം അത് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നിങ്ങൾക്ക് അത്രത്തോളം ദഹിക്കുന്നില്ല വെച്ചാൽ അത് നിങ്ങളുടെ കയ്യിരിപ്പുകൊണ്ടാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരു വാത്മീകി രാമായണത്തിന് പ്രത്യേകിച്ച് ഒരു ഇത് വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വാത്മീകിക്ക് ഒരു സ്പെഷ്യാലിറ്റി വന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. വേടൻ എഴുതുകയെ, രാക്ഷസൻ എഴുതുകയെ, അത് നിങ്ങൾ അംഗീകരിക്കുകയെ. ആരെയാണ് ഈ ബോധിപ്പിക്കുന്നത്? ഒരു 40-50 കൊല്ലത്തിന് മുമ്പ് വരെ ഇവിടെ പലയ സമുദായത്തിലുള്ളവരെ കൂടെ ചേർത്തിരുത്തത്തില്ല, കൂടെ ചേർത്ത് ഇരുത്തുക പോലും. ഇന്നും പോലീസ് സംവിധാനങ്ങളിലുള്ള പുലയ സമുദായത്തിലുള്ള താഴ്ന്ന ജാതിയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ വിളിച്ചു ചേർത്തി ചോദിച്ചാൽ ജാതി വ്യത്യാസമെന്ന് ആ മനുഷ്യൻ പറഞ്ഞു തരും. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, അങ്ങനെ ഒന്നും ഇല്ല എന്ന് ആ സമുദായത്തിലുള്ള ഒരു പോലീസുകാരനെ വിളിച്ചു ചേർത്തി നീ പറഞ്ഞതാ. ഒരു പോലീസുകാരനെ കൊണ്ട് നീ പറയിക്ക്, ഞങ്ങൾക്കിടയിൽ ജാതി വ്യത്യാസമില്ല എന്ന്. സബോർഡിനേറ്റിനോട് ഈ രീതിയിൽ ജാതി വെച്ച് പെരുമാറുന്നില്ല എന്നൊരു പോലീസുകാരനെ കൊണ്ട് നിനക്ക് പറയിക്കാൻ പറ്റുമോ? അയാൾ പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. ഞാൻ വെറുതെ എന്തെങ്കിലും പോക്കൃത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തള്ളരുത്. പിന്നെ രാമായണത്തിനെ പറ്റിയോ മഹാഭാരതത്തിനെ പറ്റിയോ പഠിപ്പിക്കാൻ പറ്റിയ സ്ഥലം മദ്രസയല്ലടാ. അവിടെ പഠിപ്പിക്കുന്ന കാര്യം നീതിബോധങ്ങളാണ്. സത്യസന്ധമായി പെരുമാറണമെന്നും മോശം വർത്തമാനം പറയരുതെന്നും അന്യരെ ഉപദ്രവിക്കരുതെന്നും മറ്റുള്ളവൻ പട്ടിണി കിടക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കരുതെന്നും നല്ല കാര്യങ്ങളാണ് മദ്രസയെ പഠിപ്പിക്കുന്നത്. അല്ലാതെ വ്യഭിചാര കഥകളല്ല. ഒരുത്തി 5 പേരോടെ പുറത്തു, ഒരുത്തി 5 പേർക്ക് 5 കൊച്ചുങ്ങളുണ്ടായി, 5 പേരുടെ ഭർത്താവായിരുന്നതിൽ ഒരു ഭർത്താവ് 5ാമതുണ്ടായിരുന്ന ഒരുത്തന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി എന്നും ചൂതാട്ടത്തിന് കൊണ്ട് അവളെ പണയം വെച്ചു എന്നും തൊന്റെ കൺമുൻപിൽ വെച്ച് മറ്റൊരുത്തൻ വലിച്ചു കീറി എടുക്കുന്നു അവളുടെ ഡ്രസ്സെന്നും പിന്നീട് അതിനെ തുടർന്നുണ്ടായ ശണ്ടയിൽ സ്വന്തം സഹോദരങ്ങളെല്ലാം വെട്ടിയും കുത്തിയും കൊന്ന ശേഷം കീ ജയ് എന്ന് വിളിക്കുന്ന പ്രത്യേകതരം കഥകളൊന്നും ഞങ്ങളുടെ മദ്രസകളിൽ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് ബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി. ചില പണ്ഡിത ശിരോമണികൾ സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി അടിച്ചമർത്തി വെച്ചിരിക്കുന്ന ചില വൃത്തികേടുകൾ കൊണ്ട് നിങ്ങൾ ഒരു മതത്തിനെ അവഹേളിക്കുമെങ്കിൽ അത് കൃത്യമായി തെളിവോടുകൂടി പുറത്തേക്ക് വന്ന് പറയാൻ അതിനകത്ത് ആളുകൾ ഉണ്ടാകും. സ്ത്രീകൾക്കാണ് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുമ്പോൾ സ്ത്രീയായ ഞാൻ അനുഭവിച്ച സ്വാതന്ത്ര്യമാണ് ഞാൻ വന്ന് പറയുന്നത്. ഞാൻ ചലഞ്ച് ചെയ്ത് പറയല്ലേ, എന്റെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ, ഏതെങ്കിലും അഹരാതിയിലുള്ളവരെണ്ണം, അതായത് എന്റെ തായ് വഴി വേണ്ട, അമ്മാട സഹോദരങ്ങളൊന്നും വേണ്ട, അതിലുള്ള ഏതെങ്കിലും ഒന്നിനെ കൊണ്ടുവച്ച് നീ പറ, ഇത് ഈ കുടുംബത്തിലേതാണ്, പള്ളിപ്പൊയ്ക വീടിലെന്നാണ് എന്റെ കുടുംബ പേര്. അവിടെ പോയി അന്വേഷിച്ചിട്ട് അവിടെയുള്ള ഒരെണ്ണത്തിനെ കൊണ്ട് നീ പറയിക്ക് ഇസ്ലാം മതത്തിൽ ഈ പ്രോബ്ലം ഉണ്ടെന്ന്. എങ്കിൽ ഞാൻ സമ്മതിച്ചു. ചുമ്മാതെ വെറും വാക്കല്ലല്ലോ പറയുന്നത്, കൃത്യമായി തെളിവ് വെച്ചല്ലേ പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് കടന്ന് കുരയ്ക്കുന്നത്? രാമായണം പഠിച്ചാൽ മനസ്സിലാകും. സ്വന്തം ഭാര്യയെ അനിയന്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ്. എന്തിനെ? കൊന്നുകളയാൻ. ഗർഭിണിയായ ഭാര്യ. മനുഷ്യത്വം എന്നതുണ്ടോ? എന്നിട്ട് പേരെന്തരാണ്? ഉത്തമ പുരുഷോത്തമൻ. നിങ്ങളുടെ ഉത്തമ പുരുഷോത്തമൻ അതായിരിക്കും. സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി കൊല്ലാനായിട്ട് അനിയനെ ഏൽപ്പിക്കുന്നതായിരിക്കും ഉത്തമത്വം. ഞങ്ങൾക്ക് അങ്ങനെയല്ല. അപ്പോ രാമായണം പഠിപ്പിച്ച കാര്യം നിനക്ക് വ്യക്തമായില്ലേ? എന്തെങ്കിലും വന്ന് എന്റെ അടുത്ത് തള്ളരുത്. ഞാൻ 100 വട്ടം നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്റെ ചാനലിൽ വരരുത്, എന്റെ ഭാഗത്തേക്ക് നീ തിരിഞ്ഞു നോക്കരുത്. ഞാൻ ഇതൊന്നും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്ന വ്യക്തിയല്ല. എനിക്ക് ലേശം ഭയവുമില്ല.
നീയൊക്കെ ആരിഫ് ഹുസൈനെ കൊണ്ട് പറയിക്കുന്നു എന്നുള്ളത് വൃത്തിയായി മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അഗൻസ്റ്റ് ആയിട്ട് നിന്നത്. വ്യക്തിപരമായി എനിക്ക് ഇവരുടെ അടുത്ത് ആരടുത്തും ഒരു ദേഷ്യവുമില്ല. ബാക്കി കേൾക്കാം. എനിക്കറിഞ്ഞൂടാ. എനിക്ക് അതെ ഹദീസും ഖുറാനും. ഖുറാനിൽ നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്തറിയണം? ഹദീസിൽ നിനക്ക് എന്തറിയണം? എന്താണ് ഹദീസ് ഞാൻ കൃത്യമായി പറഞ്ഞു. ഖുറാനികപരമായിട്ട് എന്താണെന്ന് കൃത്യമായി പറഞ്ഞു. എനിക്കറിയേണ്ടതും എനിക്ക് മനസ്സിലാക്കേണ്ടതും ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഇനി മറ്റൊരാളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പാണ്ഡിത്യമില്ല. അങ്ങനെ ചലഞ്ച് ചെയ്യാനുള്ള ഒരു പുസ്തകത്തിലുള്ള പാണ്ഡിത്യം എനിക്കില്ല. അത് ഞാൻ തുറന്നു തന്നെ പറയും. ഞാൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, +2 പഠിച്ചിട്ടുണ്ട്, സോറി പ്രീ ഡിഗ്രിയാ പഠിച്ചത്, ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴറിയില്ല. ഞാൻ വീണ്ടും റെഫർ ചെയ്യണം. ഏത് വിഷയമാണെങ്കിലും എനിക്ക് ഭയങ്കര പാണ്ഡിത്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വരത്തില്ല. ഞാനത് റെഫർ ചെയ്യും, കൃത്യമായി പഠിക്കും. പഠിച്ച ശേഷം മാത്രമേ ഒരു വാക്ക് തർക്കത്തിന് വരുള്ളൂ. എല്ലാം തികഞ്ഞവളെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്റെ പാണ്ഡിത്യം നീ ചോദ്യം ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. ഖുർആൻ, ഞാൻ ബൈബിളിനെ പറ്റി ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലല്ലോ, എനിക്കറിയില്ല. പക്ഷെ നിങ്ങളുടേത് എന്തുകൊണ്ടെടുക്കുന്നു? ഇത് ഏറ്റവും കൂടുതൽ എടുത്തു വെച്ച് അപരാധിക്കുന്നത് നിങ്ങളായതുകൊണ്ടാണ്. ഇനി ബൈബിളികമാണെങ്കിൽ അതും നോക്കും, തീർച്ചയായിട്ടും നോക്കും. തെറ്റുണ്ടെങ്കിൽ പറയുക തന്നെ ചെയ്യും. അതിനകത്തുള്ള ഞാൻ എതിർക്കുന്ന 2 വിഭാഗം എന്ന് പറയുന്നത് ഈ കല്യാണ സംഗതിയാണ്. എപ്പോഴോ വരാതിരിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട രീതിയിലുള്ള, അതായത് മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു കേസാണ് ഞാൻ എതിർക്കുന്നത്. അല്ല, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സഹോദരങ്ങളെ തന്നെ വെട്ടാനും കുത്താനും വാളെടുക്കുന്ന ഒരു രീതി അവർക്കുണ്ട്. വസ്തുക്കൾക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടിയിട്ട്. യാതൊരു മാനവികതയും ഇല്ലാത്തതിനെയൊക്കെ നമ്മൾ എതിർക്കും. അതിന് ഇന്ന മതം, ഇന്ന ജാതി എന്നൊന്നുമില്ല. ഹദീസും ഖുർആനും ഒക്കെ കാര്യമായി പഠിച്ചാൽ ഒന്നുമല്ലെങ്കിൽ ആരിഫ് ഹുസൈനെങ്കിലും മാന്യമായി പ്രതിരോധിക്കാൻ സാധിക്കും. അല്ലാതെ ഷെഫീൻ അയാളുടെ അമ്മയെ അനാവശ്യം പറഞ്ഞുകൊണ്ട് സ്വയം മതപ്പതിക്കരുത്. ആരിഫ് ഹുസൈനെ പ്രതിരോധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പഠിച്ച അത്രയും പോലും അവൻ പഠിച്ചിട്ടില്ല എന്ന് അവന്റെ ലൈഫ് ഹിസ്റ്ററി എടുക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. സുബഹിക്ക് നമസ്കരിക്കാനായിട്ട് സ്വന്തം ഭാര്യ വിളിച്ചുണർത്തുന്ന ഒരൊറ്റ ശല്യം കൊണ്ട് ഭാര്യയെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ചിറങ്ങിയവനാണ് അവൻ. ഭാര്യയ്ക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കണം, ജോലിക്ക് പോകണമെന്നുള്ള ഒരൊറ്റ ബുദ്ധിമുട്ട് കൊണ്ട് 2 ഭാര്യമാരെ ഉപേക്ഷിച്ചവനാണ് അവൻ. എന്ത് ധാർമ്മികതയാണ് നീ അവനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഈ പറയുന്ന വേറെ ആരെ നീ മോഡലാക്കി പറഞ്ഞാൽ, നീ ആരിഫ് ഹുസൈനെ മോഡലാക്കി പറഞ്ഞ് എന്റെ അടുത്ത് ഒന്ന് പറയുമ്പോൾ നീ സപ്പോർട്ട് ചെയ്യുന്ന ആരിഫ് ഹുസൈൻ എന്നല്ലേ അർത്ഥം? ഷെഫീന മാതൃഭോഗി എന്ന് പറയുമ്പോൾ ഷെഫീനയുടെ അച്ഛനെ ചേർത്തും പറയാം. ഷെഫീന എവിടെയും ഖുർആനിൽ അച്ഛനുമായി ഭോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വെടുവായത്തം പറയുന്നില്ല. അമ്മയുടെ വയറ് ഞാൻ കണ്ടു, വയറ് കണ്ട ഫോട്ടോ എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ പബ്ലിഷ് ചെയ്യട്ടെ എന്ന് അവൻ പറയുന്നത് പോലെ എന്റെ അച്ഛന്റെ സുന ഞാൻ കണ്ടു, ഞാനത് പബ്ലിഷ് ചെയ്യട്ടെ എന്ന് എവിടെയും ചോദിച്ചിട്ടില്ല. എന്റെ അപ്പനുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നീ പറഞ്ഞാൽ പോലും എനിക്കൊന്നും ഫീൽ ചെയ്യില്ല. കാരണം ഞങ്ങൾ 2 പേരും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയും, നിങ്ങൾക്കതേ അറിയുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ. എന്തിനധികം ബ്രഹ്മാവ് തന്നെ മകളെ ഉപയോഗിച്ചു എന്നല്ലേ നിങ്ങളുടെ ചരിത്രത്തിലുള്ളത്. അപ്പൊ നിങ്ങൾക്കത് പറയാൻ ധാരാളം തോന്നും. ഷെഫീനയ്ക്ക് അങ്ങനെ ഒരു ചരിത്രമില്ല. ഷെഫീനയുടെ മതത്തിലും അങ്ങനെ മകളെ ഭോഗിക്കുന്ന പരിപാടി ഇല്ല. അപ്പൊ അതിന് ഉത്തരായില്ലേ? പിന്നെ മാതൃഭോഗിയാണ്. അവനാണ് പറയണത് ഇസ്ലാമിൽ മാതൃഭോഗമുണ്ടെന്ന്. എന്താണത്? ഒരു വിഷയം, അതായത് വിഗ്രഹ ആരാധന ഷിർക്കാണോ ഇതാണോ എന്ന് ചോദിക്കുന്ന ഒരു സ്പെസിഫിക് പോയിന്റിൽ മാതൃഭോഗത്തെക്കാൾ വലിയ കുറ്റമാണ് അത് എന്ന് പറയുന്നിടത്ത് അപ്പൊ മാതൃഭോഗം ഓക്കെയാണല്ലേ, മാതൃഭോഗം കുഴപ്പമില്ല, അതിനേക്കാൾ കുറ്റമാണ് മറ്റത് എന്ന് പറയുന്നു, അപ്പം മാതൃഭോഗം ഉണ്ട് എന്ന് അടിച്ചു പറയുന്നു. എനിക്ക് തലയ്ക്ക് വെളിവില്ലെന്നല്ലേ പറയാൻ പറ്റൂ. ഒരു മനുഷ്യനിക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല മാതൃഭോഗം. സ്വന്തം അമ്മയ്ക്കൊപ്പം സെക്ഷലി അമ്മയെ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഒരു മകൻ ഉണ്ടാകുന്നെങ്കിൽ അതിൽ പരം ഒരു ആത്മഹത്യാപരമായ കാര്യം വേറെ ഇല്ല. അപ്പൊ അവനത് ചിന്തിക്കരുത് എന്നുള്ളത് കൊണ്ട് അതിനെ സിംബോളിക്കായിട്ട് അവിടെ ഉപയോഗിച്ചു എന്നതിനപ്പുറം ആ സംഗതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അമ്മയുടെ വയറും നഗ്നമേനിയും ഓർത്തെടുക്കുന്ന മകനെ പിന്നെ എന്തുവാടാ വിളിക്കേണ്ടത് അവനെ? ഷെഫീനെ അച്ഛനെ ചേർത്തും പറയാം, അയാൾക്ക് എന്ന് മറക്കരുത്. അവൻ വിളിച്ച അവന്റെ ചെവിക്കൽ കയറി അരച്ചാൻ പൊട്ടിക്കും. എന്റെ അച്ഛനെ ചേർത്ത് അവനടുത്തൊന്ന് പറയാൻ പറ, അവന്റെ ചെവിക്കൽ അടിച്ചാൻ പൊട്ടിക്കും. എന്ത് പറഞ്ഞാലും ഹിന്ദുവിന്റെയും മന്നത്ത് പത്മനാഭന്റെയും ബ്രാഹ്മണന്റെയും നെഞ്ചത്തോട്ട് കയറാതെ ഖുറാൻ ഒന്ന് വിശദമായി പഠിക്കൂ. മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് നിങ്ങളുടെ RSSകാരുടെ NSSന്റെ മെയിൻ കൊണാണ്ടറാണ് അല്ലേ? NSS ഉണ്ടാക്കിയത് അങ്ങേര് തന്നെയല്ലേ? അങ്ങേര് എഴുതി വെച്ച പുസ്തകമല്ലേ? നീ ആ പുസ്തകമാരി കത്തിച്ചു കളയടാ. എന്തിനാ അവിടെ വെച്ചിരിക്കുന്നത്? എനിക്ക് എന്റെ അച്ഛനെന്ന് വിളിക്കാൻ അവകാശമില്ലെന്ന് എഴുതി വെച്ചത് അങ്ങേര്. സ്വന്തം അമ്മയെ 12 വയസ്സിൽ മറ്റൊരുത്തനെ കൊണ്ട് കെട്ടിച്ചിട്ട് അയാളെ അപ്പനെന്ന് വിളിക്കേണ്ട ഗതികേട് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അങ്ങേര്. ആദ്യം മന്നത്ത് പത്മനാഭനും അവന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നീ അങ്ങ് കത്തിച്ചു കളാം. അല്ലാതെ ഷെഫീനായി തിരുത്താനായിട്ട് വരണ്ട. അത് മാത്രമല്ല, ഞാൻ പ്ലേ ചെയ്തത് അഥർവ വേദത്തിനെ പറ്റിയാലും യജുർവ വേദത്തിനെ പറ്റിയാലും ഋഗ്വേദത്തിനെ പറ്റിയാലും ശ്യാംകുമാർ സാർ പറഞ്ഞ കാര്യങ്ങളാണ്. അല്ലാതെ ഞാൻ കാണാതെ പഠിച്ച് പറഞ്ഞതല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നെറ്റിൽ അവൈലബിൾ ആണ്. അരമണിക്കൂർ വേസ്റ്റ് ചെയ്താൽ അദ്ദേഹം പറയുന്നത് മനസ്സിലാകും. വേസ്റ്റ് ആണ്. ഇറ്റ്സ് മൈ ടൈം വേസ്റ്റിംഗ്. എന്തിനാണ് ഈ കുന്തൊക്കെ കേൾക്കാനിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്റെയും ചോദ്യം.
താല്പര്യമില്ല. അത് നിനക്കൊക്കെ മനസ്സിലാക്കുന്ന ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിത് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നാളെ ഹിന്ദു ആവാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഞാൻ ബൈ ബർത്തിൽ ഞാനൊരു ഇസ്ലാമിക കുടുംബത്തിൽ ജനിച്ചു എന്നതിനപ്പുറം എനിക്ക് ഈ പറയുന്ന ഒന്നിലും ഒരു താല്പര്യമുള്ള വ്യക്തിയല്ല. ഞാൻ മനഃപൂർവ്വമായി പറയുന്ന ഒരു കാര്യം, ഒരു വിഭാഗത്തിനെ ഒരു കാര്യവുമില്ലാതെ അപരവൽക്കരിക്കുകയും മോശപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാൻ ഇപ്പുറത്തെ ആളുകൾ ഉണ്ടാകും. അത് മനസ്സിലാക്കണം എന്നുള്ള കോമൺ സെൻസ് ഇല്ലാത്തവരോടൊക്കെ എന്ത് സംസാരിക്കാനാണ്? അതെ, മന്നത്ത് പത്മനാഭന്റെയും ബ്രാഹ്മണന്റെയും നെഞ്ചത്തോട്ട് കയറാതെ ഖുറാൻ ഒന്ന് വിശദമായി പഠിക്കൂ. ഖുറാനൊക്കെ പഠിച്ചിട്ടുണ്ടടാ. അതിനകത്ത് നീ പറയുന്ന പോക്രിത്തരങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ തന്നെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കൂ. പടുവിട്ടികളായ ഹിന്ദുക്കളുടെ കാര്യം അവർ നോക്കട്ടെ, ഹിന്ദുക്കളുടെ കാര്യം അവർ നോക്കട്ടെ എന്ന് വെച്ച് സൗകര്യമില്ല ഇരിക്കാൻ. ഇപ്പോ വേടന്റെ കേസ് വന്നു. നീയൊക്കെ എന്തിനാ സുഡാപ്പിന്ന് വിളിച്ചിട്ട് മുസ്ലിംകളെ അതിനകത്ത് പിടിച്ചിടുന്നേ? നിനക്കൊക്കെ വേടനെ കൊല്ലണമെങ്കിൽ നീ കയറി കൊല്ലടേ. അവന് ഫണ്ട് കൊടുക്കുന്നത് ഇസ്ലാമിയർ എന്ന് പറയുന്നതിന്റെ രേഖ ഇരിക്കുന്ന ഒന്നിനു മുമ്പേ ഇസ്ലാമിയരെ അതിനകത്ത് പിടിച്ചിരുന്ന എന്തിന്? നിനക്കൊക്കെ കുഴപ്പമുണ്ടാക്കി നീ കയറി വെട്ടേ കുത്തേ കൊല്ലേ ചെയ്ത്. നീയൊക്കെ അങ്ങനെയല്ലേ ചെയ്ത് ശീലം. ഇപ്പൊ കർണാടകയിൽ ഒരു പാവപ്പെട്ട ചെറുക്കന, ഒരു കാര്യമില്ലാതെ കൊച്ചുങ്ങളോട് ഇരുന്ന് കളിക്കുന്ന പാവപ്പെട്ട കുട്ടി, അതിനെ ഒരു കാര്യവുമില്ലാതെ അയലത്തുകാരൻ ഹിന്ദു വിളിച്ചോണ്ട് പോയിട്ട് വെട്ടിയും കുത്തിയും കൊന്നു കളഞ്ഞു. എന്താണ് വർഗീയ വിഷം പരത്തുന്നത്? നിന്നെ പോലുള്ള വർഗീയവാദികളാണ് ഈ സമൂഹത്തിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. പടുവിട്ടികളെന്നല്ല, പടുവാണങ്ങളെന്നാ പറയേണ്ട നിന്നെ. നമ്മുടെ അച്ചായന്മാർ അവരുടെ കാര്യം നോക്കി അവർ ഇരിക്കുന്നത് പോലെ ആണോ? എന്നിട്ട് പിന്നെന്താടാ അങ്ങ് നോർത്ത് സൈഡിൽ അവരെ ഓടിച്ചിട്ട് തല്ലേം വെട്ടേം കുത്തേം ചെയ്യുന്നത്? ഇപ്പൊ റീസെന്റ് തന്നെ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് കയറി അവരുടെ ഇത് അടിച്ച് പൊട്ടിച്ച് തൂര കളയുന്ന കാണുന്നുണ്ടല്ലോ. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ ഇതിന്റെ എവിഡൻസ് വെക്കാത്തത് ഇല്ലാഞ്ഞിട്ടല്ല, എന്റെ കയ്യിൽ ഇതിലേക്ക് തെളിവുണ്ട്. അനാവശ്യമായി എന്റെ ടൈം ലൈനിൽ ഇതൊന്നും സ്പ്രെഡ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ്. ഞാൻ അത് ഇട്ട് കഴിഞ്ഞാൽ 10 പേര് കാണുമ്പോൾ അവർക്ക് പ്രൊവോക്കേഷൻ ഉണ്ടാകും. ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്ക് അത് നയിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇതൊന്നും ഇടാത്തത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുന്നത്. തെളിവ് വെച്ചാൽ എന്റെ കയ്യിലുണ്ട്, തെളിവ് ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം. ഞാൻ കണ്ട കാര്യമല്ലേ പറയുന്നത്. നോർത്ത് സൈഡിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ക്രൈസ്തവരെയാണ്. അവരൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് 3 or 4 സംസ്ഥാനം തന്നെ അവരുടെ കൈപ്പിടിയിലായത്. നിനക്ക് അവർ ചെയ്യുന്നത് കാണത്തില്ല അല്ലയോ? ശ്രീ BV, സ്വന്തം മതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. എന്റെ മതത്തിൽ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല. ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് തള്ളാനായിട്ട് ആരും വരണമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ പരിഹരിച്ചോണ്ട് നീ അതിനകത്തിട്ട് ഇങ്ങോട്ട് ഉന്തി കയറേണ്ടി വരേണ്ട ഒരു കാര്യവും ഇല്ല. ധനം എന്ന രീതിയിൽ പശുവിനും ദൈവത്തോടും അടുത്ത് നിൽക്കുന്നവൻ എന്ന രീതിയിൽ ശ്രേഷ്ഠനായിരിക്കുവാൻ ബ്രാഹ്മണനും വേണമെങ്കിൽ ഇന്ന് എല്ലാവർക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു. അങ്ങനെയല്ല. അത് ലോക സമസ്ത സുഖിനോ ഭവന്തുവിന് മുൻപിലുള്ള ആ സുനായാണ് നീ പറയുന്നതെങ്കിൽ, പശുവിനും ബ്രാഹ്മണനും സുഖമാണെങ്കിൽ ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന് തന്നെയാണ്. നീ ആ ശ്ലോകം എടുത്തുകൊണ്ട് വന്ന് വ്യാഖ്യാനിക്ക് എന്റെ അടുത്ത്, ഞാൻ കേൾക്കട്ടെ. ആ 4 വരി ശ്ലോകത്തിനകത്ത് ഞാൻ പറഞ്ഞതിനപ്പുറമാണ് നീ ഈ പറഞ്ഞ വ്യാഖ്യാനമാണ് അതിനെങ്കിൽ ഞാൻ ഇനി ഈ വിഷയം എടുക്കത്തില്ല. ധൈര്യമുള്ളവർക്ക് എടുക്കാതെ അതിനകത്ത് പശുവിനും ബ്രാഹ്മണനും സുഖമാണെങ്കിൽ ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന് തന്നെയാണ്. പശുവിനും ബ്രാഹ്മണനും സുഖമാണ്. അത് ആ വിഭാഗം ജനത ജീവിച്ചിരുന്നത് പശുവിനെ കൊണ്ടാണ്. പിന്നെ ബ്രാഹ്മണൻ ദൈവത്തിന് അതീതനെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ മുകളിലുള്ള ഒരുത്തനാണ് ബ്രാഹ്മണൻ എന്നാ പറയുന്നത്. മരിച്ചുപോയാൽ ഈ പറയുന്ന ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലുള്ളവർ മരിച്ചുപോയാൽ ആരും സ്വർഗത്തിൽ പോകത്തില്ല. അവിടെയുണ്ട് സ്വർഗ നരകങ്ങൾ. പക്ഷെ എല്ലാവരും നരകത്തിലേക്കാണ് പോകുന്നത്. നരകത്തിൽ പോകാൻ ജീവിക്കുന്ന കുറെ മനുഷ്യരാണ്. സ്വർഗത്തിൽ പോകുന്ന ബ്രാഹ്മണൻ മാത്രമാ അല്ലെന്ന് പറയടാ. തെളിവ് ഞാൻ കൊണ്ടുവയ്ക്കാം. ബ്രാഹ്മണൻ മാത്രം സ്വർഗത്തിൽ പോകും. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്കൊരു ബ്രാഹ്മണനായി ജനിക്കണമെന്നൊക്കെ പറയുന്ന ഗതികേട് ആർക്കാണ് ഉള്ളത്? ഈ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടോടോ? ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ബ്രാഹ്മണൻ എന്ന് ഇസ്ലാമിയർ പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോടാ? എന്തെങ്കിലും വായ്ത്താളം അടിയ. എന്റെ സുഹൃത്ത് ഷെഫീന ബീവിക്ക് സുഖിന പോന്തു തെറ്റ് തിരുത്തുക വിനോദൻ. സംഘികൾ ഒരു കാരണവശാലും എന്റെ സുഹൃത്തുക്കളാവത്തില്ല. ഒരു സംഘിയെയും ഷെഫീന അംഗീകരിക്കാറില്ല. സംഘിസം എന്ന് പറയുന്നത് എനിക്ക് തീട്ടം പോലെയാണ്. എന്റെ ദേഹത്ത് എവിടെയെങ്കിലും ചെറിയൊരു തുളി തെറിച്ചാൽ പോലും എനിക്ക് ചൊറി. എനിക്ക് ഇഷ്ടമില്ല. നീ എന്റെ സുഹൃത്തെന്ന് നീ എവിടെയും പറയുകയേ പാടില്ല. ഞാൻ ഒരു മാനവീയതയുടെ പുറത്ത് ഞാൻ വീണ്ടും പോട്ടെ. സംവാദങ്ങളിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തത്. അത് ഇതുപോലെ പോക്കൃത്തരങ്ങൾ എഴുതി വെക്കാനല്ല. മേൽക്കൊണ്ട് നീ എന്റെ ഇതിനകത്തിട്ടാൽ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. ഒരു കാര്യമില്ലാതെയാണ് വന്ന് എന്നെ പ്രൊവോക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ പ്രൊവോക്കേഷൻ എന്നുള്ളത് ഞാൻ പറയാം. ഇത് ഞാൻ കുറെ കമന്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. അതിനാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ചുമ്മാതിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങനത്തെ ആൾക്കാരാണ്, മനുഷ്യരെ കൊല്ലുന്നവരാണോ എന്ന്. അയ്യോടാ, എന്തിനാടാ ഗൗരി ലങ്കേഷ്കറെ കൊന്നത്? എന്തിനാടാ ദബോൽക്കറെ കൊന്നത്? എന്തിനാടാ ഗോവിന്ദ് പൻസാരെ കൊന്നത്? ഇതൊക്കെ പോട്ടടാ. ക്രിസ്ത്യാനിയായിട്ട് ഇവിടെ വന്ന് ഒരു ഗ്രാമത്തിലെ മുഴുക്കൻ ആളുകളെ കുഷ്ഠരോഗം പറഞ്ഞ് ആ ഗ്രാമം തന്നെ അപ്പുറവും ഇപ്പുറവും അടച്ച് മരണത്തിന് വിട്ടുകൊടുത്തിടത്തേക്ക് മിഷണറിമാർ അയച്ച ഒരു വ്യക്തി അവിടെ വന്ന് അവരെ രക്ഷിച്ചു. ബ്രഹാൻസൺ, പേര് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല, എനിക്ക് എന്റെ ഓർമ്മയിൽ എങ്ങനെയാണുള്ളത്. അദ്ദേഹത്തിനെയും 2 കുട്ടികളെയും ചേർത്ത് ജീപ്പിനകത്തിട്ട് ചുട്ടുകൊന്ന നാറി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്.
വംശഹത്യയുടെ പേരിൽ 2000-ഓളം വരുന്ന ജനങ്ങളെ കൊന്നു കളഞ്ഞവരിൽ 11 പേരെ മാത്രമാണ് പിടികിട്ടിയത്. ആ 11 പേരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നീയൊക്കെ കൊല്ലാത്തവന്മാരാണോ? നീയൊക്കെ കൊല്ലാത്തവന്മാരാണോ നാറികളെ? നീയൊക്കെ കൊല്ലുന്നവന്മാർ തന്നെയാണ്. ഇത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കണമെന്ന് പറയുന്നതാണ് വിഡ്ഢിത്തം. പറഞ്ഞോ ഷെഫീന, പുതിയ എക്സ് മുസ്ലിം അവതരിച്ചു. ആരുടെ? ജസ്ന സലീമിന്റെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഞാൻ ഇന്നൊരു കാര്യം പ്രഖ്യാപിച്ചൊരു ദിവസവും കൂടിയാണ്. ജസ്ന സലീം ഇന്ന് വരെ അറിയപ്പെട്ടത് ഒരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള നിലയിലാണ്. എന്നോട് ഇനി ആരും മതം ചോദിക്കുന്നു. എനിക്ക് മതമില്ല. അപ്പൊ ജസ്ന സലീം മുസ്ലിം മതത്തിൽ നിന്നും മാറി എന്നാണോ? അവള് പണ്ടേനെ മതം വിട്ടു പോയതാണ്. അതിന്റെ തിരിച്ചു ചോദ്യം ഇത്രയേ ഉള്ളായിരുന്നു. ശരി, എക്സ് മുസ്ലിം വന്നു, അതെന്താണ് സുഹൃത്തെ ഈ വേശ്യകൾ മാത്രം മതം വിട്ടു പോകുന്നത്? ഈ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഇസ്ലാം മതം ഉപേക്ഷിച്ചത് കാണിച്ചു തരാമോ? മര്യാദയ്ക്ക് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഇസ്ലാം മതം വേണ്ട എന്ന് ഉപേക്ഷിച്ചു പോയ ഒരു പെണ്ണിനെ കാണിക്കാമോ? നിങ്ങൾ ഏത് പെണ്ണ്, ഏത് എക്സ് മുസ്ലിം പെണ്ണിനെ കൊണ്ടുവച്ചാലും ഞാൻ അവളുടെ ചരിത്രത്തിൽ കൊണ്ടുവന്ന് തരാം. ഒരുപാട് ആണുങ്ങളുമായിട്ട് സുഖിച്ച് ജീവിക്കാനും തോന്നിയ കണക്ക് നടക്കാനും തന്റെ ഇടത്തോടെ ഹറാം പറപ്പ് കാണിച്ച് ജീവിക്കാനും പോകുന്ന പെണ്ണുങ്ങളാണ് മതം വിട്ടു പോകുന്നത്. മതത്തിൽ മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന ചര്യകൾ ഉള്ളത് കാരണം അത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നവർക്ക് ഒരൊറ്റ ഇന്റൻഷനേ ഉള്ളൂ: കണ്ടടം കുത്തിക്കഴപ്പും കുത്തിക്കേറ്റും നടക്കുന്ന വൃത്തികെട്ട ജന്മങ്ങൾക്കാണ് മതം വിട്ടു പോകേണ്ട ആവശ്യം വന്നത്. മതത്തിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതില്ലാതെയും ജീവിക്കാം. അത് ഒരാളുടെ താല്പര്യത്തിന്റെ അനുസരിച്ചിട്ടാണ്. നീയാണ് നിന്റെ കബറിൽ പോകുന്നതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. നിനക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ജീവിക്കാം. നിനക്ക് നീ എന്ത് തോന്നിയാസം കാണിച്ചാലും നീയാണ് അവിടെ ഉത്തരം പറയുന്നതെന്ന് വ്യക്തമായി പറയുന്ന ഒരു മതത്തിൽ നിന്നുകൊണ്ട് ആളുകൾ ഓടിപ്പോകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ട്. തോന്നിവാസം കാണിച്ച് ജീവിക്കാൻ, ഫ്രീ സെക്സിന് വേണ്ടിയിട്ട്. അത് പറഞ്ഞപ്പോൾ ഉടനെ അവന്റെ അടുത്ത കമന്റ് കേൾക്കണം: ഒന്നിൽ കൂടുതൽ ആണുങ്ങളുമായി ബന്ധപ്പെടുന്നവരെയാണോ വേശ്യ എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ 2 വിവാഹം കഴിച്ചിട്ടുണ്ട്, അതാണ് അവൻ പറഞ്ഞത്. എടാ, നിന്റെ കുടുംബവും നിന്റെ ഒരു 2 തലമുറ വേണ്ട, ഒരു തലമുറയ്ക്ക് അപ്പുറമുള്ള ഏതെങ്കിലും ഒരുത്തനിക്ക് തന്ത ഉണ്ടായിരുന്നാടാ? കിണ്ടി കൊണ്ട് വെച്ചിട്ട് അകത്തേക്ക് കയറുന്നത് മറ്റവന്മാരുടെ നമ്പൂരി കട്ടിയിലുള്ള കുടുംബങ്ങളിൽ പറഞ്ഞവരല്ലേടാ നീയൊക്കെ? നിന്റെയൊക്കെ കിണ്ടി പാരമ്പര്യം എന്തുവാണ്ടാ? വെറും കിണ്ടി പാരമ്പര്യമുള്ള നീയാണോ ഒരു വിവാഹം ഫ്ലോപ്പായി അടുത്തൊരു വിവാഹം കഴിച്ച എന്നെ മറ്റതെന്ന് പറയാനായിട്ട് വരുന്നത്? നിന്റെ തള്ള വേശിയാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മോശപ്പെട്ട രീതിയിൽ ജീവിച്ച ഒരു കുടുംബ പാരമ്പര്യമുള്ള, അതും ഒരു തലമുറയ്ക്ക് അപ്പുറം അത്തരം പാരമ്പര്യമുള്ള നീയാണോടെ ബാക്കിയുള്ളവരുടെ വ്യക്തിത്വം കേൾക്കുക എന്നുള്ളത്. ഒരാളെ കേൾക്കുക, വിമർശനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ശരിയാണ്, നമ്മൾ അംഗീകരിക്കും. പക്ഷെ പോക്കൃത്തരം പറഞ്ഞുകൊണ്ട് വരുന്ന അത് കേട്ടോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ഒരിടത്ത് കിടന്ന ഏതോ ഒരു പച്ചാളത്ത് ഒരു ജസ്ന സലീം മതം വിട്ടു പോയ ആർക്കെന്ത്? അവൾ എന്താണെന്ന് അറിയത്തില്ലേ? 18ഓളം ആണുങ്ങളെ പറ്റിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കൃത്യമായി തെളിവ് വെച്ചല്ലേ ആളുകൾ സംസാരിക്കുന്നത്. ഇത്രയും ആണുങ്ങളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ഒരു വൃത്തികെട്ട സ്ത്രീ മതത്തിൽ നിന്ന് പോകുന്നത് എത്രയോ നല്ലതാണ്. ഞങ്ങൾക്ക് നാണക്കേടാണ് അങ്ങനെ ഒരു സ്ത്രീ ഞങ്ങളുടെ മതത്തിൽ ഉണ്ട് എന്ന് പറയുന്നത്. ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ പറ്റിക്കപ്പെടുന്നതും പറ്റിക്കുന്നതും ഒന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ആരെങ്കിലും ഉദ്ബോധിപ്പിക്കാൻ ഇറങ്ങി നിൽക്കുന്നോളുമല്ല ഞാൻ. എന്റെ മതത്തിനെ അവഹേളിക്കുമ്പോൾ അപ്പുറത്തുള്ളത് ഇതിനേക്കാൾ വൃത്തികെട്ട കാര്യങ്ങളാണെന്ന് പുറ സമൂഹത്തിനോട് പറയുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം. എന്നതിനപ്പുറം മറ്റു മതങ്ങളെ അവഹേളിക്കാൻ ഞാനില്ലടാ. അങ്ങനെയല്ല ഞാൻ ഇരിക്കുന്നത്. അറിയുമോ, ഈ മതത്തിലുള്ള എല്ലാവരും വേശ്യകളല്ലേ, അതുകൊണ്ടായിരിക്കും. അതായത് ഇസ്ലാം മതത്തിലുള്ളവരെല്ലാം വേശ്യകളല്ലേ, അതുകൊണ്ടായിരിക്കും. നിങ്ങൾ ഈ ഒരു ചാറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് നോക്കിയാൽ മാത്രം മനസ്സിലാകും എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം വന്നത് എന്നുള്ളത്. ഇവരുടെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് ഇത് ബ്ലോക്ക് ഓപ്പൺ ചെയ്ത് തരത്തില്ല. കാരണം യു ആർ നോട്ട് എ ഗുഡ് പേഴ്സൺ. വളരെ സൗമ്യമായി സംസാരിക്കുന്നവർ നല്ലവരാണെങ്കിൽ ഇവനൊക്കെ നല്ലതാണ്. ഇതേ സെയിം വേവ് ലെങ്ത് തന്നെയാണ് ലിയാഖത്ത് അലി ആയാലും കാണിക്കുന്നത്, ആരിഫ് ഹുസൈൻ ആയാലും കാണിക്കുന്നത്, മറ്റേ ഖാഫില മയ്യത്തുൽ നിന്ന് തലയിട്ടാട്ടെന്നുള്ളൂ കാണിക്കുന്നത്. അവളുടെ ഹിസ്റ്റോറിക്കൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വെക്കുമ്പോൾ വ്യക്തമാണ് എന്തുകൊണ്ട് മതം വിട്ടു. മതം അവളെ എന്ത് ചെയ്തു എന്ന് വ്യക്തമാണ്. തോന്നിവാസ രീതിയിൽ ജീവിക്കാൻ മഹല്ലുകൾ അനുവദിക്കത്തില്ല, ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവും. അതായത് തന്തയുള്ള വീട്ടിൽ തന്ത ചോദ്യം ചെയ്യും, തന്തയില്ലാത്ത വീടാണ് സുഖമെന്ന് തോന്നുന്ന ഒരു തന്തയെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകും. അത്രേ ഉള്ളൂ ഈ മതം. ഇതിന് അപ്പനുണ്ട്, അപ്പനുള്ള മതം തന്നെയാണ് ഇസ്ലാം മതം. അപ്പനുണ്ട് അവിടെ, വ്യക്തമാണത്, കൃത്യമാണത്. അത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ആ മതത്തിന് വേണ്ടി നിൽക്കുന്നത്. അല്ലാതെ ഞാൻ ഒരു മതവാദി ആയതുകൊണ്ടല്ല. നിനക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിന്റെയൊക്കെ ഒന്നും പറയാനില്ല. വേടന്റെ കേസ് തന്നെ എടുക്കാം. വേടനെ സുഡാപ്പിയുമായി ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് വേടന്റെ വിഷയം വീണ്ടും ചെയ്യേണ്ടി വന്നത്. അതിനകത്ത് പറയുന്ന വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിച്ചത്. ശ്യാംകുമാർ സാറല്ലേ പറഞ്ഞത് വാത്മീകി ബ്രാഹ്മണനാണെന്ന്? ഞാനാണോ പറഞ്ഞത്? അദ്ദേഹം കൃത്യമായി അത് ഏടിലാണെന്ന് കൃത്യമായി അതെടുത്ത് വെച്ച് തെളിവ് വെച്ച് പറയുമ്പോ നിനക്ക് അത് കണ്ണിക്കാൻ ഖുറാനെ പിടിക്കണേ എന്തിന്? നീ എന്തിന് ഖുറാനെ പിടിക്കുന്നു? ഖുറാൻ നിന്നെ പിടിച്ച് കടിച്ച ഖുറാനാണോടാ പ്രശ്നം? ഇവിടെ എന്താണ് ഖുറാനാണോ പ്രശ്നം? 5 മിനിറ്റ് ബാങ്കിനെ നിങ്ങൾ കുറ്റം പറയുന്നു. 5 മിനിറ്റ് ബാങ്കാണോടാ പ്രശ്നം? കൊട്ടി പാടുന്നുണ്ടല്ല. ഞാൻ കോട്ടയത്തായതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ, ഞാൻ തിരുവനന്തപുരത്ത് 2 ദിവസം നിന്നപ്പോ ചെവിതല കേൾക്കാൻ പാടില്ലായിരുന്നു.
ഏത് നേരം ഇത് തന്നെയല്ല. അത് കുഴപ്പമില്ലേ? മണിക്കൂർ കണക്കിന് നിനക്കൊക്കെ മൈക്ക് സെറ്റ് വെച്ച് ഉണ്ടാക്കാം. റോഡിൽ ആരോ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അതിനെ വെറുന്നവളാണ്, എനിക്ക് വെറുപ്പാണ് അതിനോട്. പക്ഷേ നീയൊക്കെ കാണിക്കുന്നതോ ഇവിടെ മിക്കവാറും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്ന എന്തൊക്കെ കുതിരപ്പന്തങ്ങളും മറ്റതും മറിച്ചതും ഒക്കെ വെച്ച് നടുറോട്ടി കിടന്ന് സർക്കസ് കാണിക്കുന്നുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ നിന്റെ അടുത്തൊക്കെ ആരാ പറഞ്ഞേ? ഇത് മതേതര രാജ്യമാണ്, നിന്റെ അപ്പന്റെ രാജ്യമല്ല. അത് എല്ലാവരുടെയും സഞ്ചാര സ്വാതന്ത്ര്യമല്ലേ നീ തടയുന്നത്? ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്യുന്ന സന്തോഷപൂർവ്വം അംഗീകരിക്കുന്നു. ഞങ്ങളൊക്കെ അത് എൻജോയ് ചെയ്യുന്നവരാണ്, അതിലൊന്നും ഒരു തർക്കം ഉണ്ടെന്നല്ല. ആ സന്തോഷപൂർവ്വം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. നിനക്കൊക്കെ എവിടെ കടിക്കുന്നു? നിനക്കൊക്കെ എന്താ വെപ്രാളം? ഈ ഇസ്ലാം മതമാണോ നിന്നെയൊക്കെ പിടിച്ച് കടിച്ചത്? നബിദിനം വരുമ്പോഴത്തേക്ക് എല്ലാരും ചേർന്ന് യോജിച്ച് നടത്തുന്ന ഒരു ഫംഗ്ഷൻ, അതേപോലെ തന്നെ ഉത്സവങ്ങൾ എല്ലാരും ചേർന്നാ നടത്തുന്നത്. ഞാൻ എന്റെ ബാല്യകാലത്ത് ഉത്സവത്തിന് ഫണ്ട് പിരിക്കാൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിട്ടുപിറ്റത്ത് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് വരാറില്ല. ജാതി വ്യത്യാസം വന്നുപോയി. ഉത്സവം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു അമ്പലത്തിലെ ഉത്സവമാണ്, അത് ഞങ്ങളുടെയും കൂടെ ഉത്സവമാണ്. പക്ഷെ നീക്കി നിർത്തപ്പെടുകയാണ്. ആരാടാ വേറെ നിർത്തി കാണിക്കുന്നത്? ആരാടാ മാറ്റി നിർത്തുന്നത്? നീയൊക്കെയാണ് മാറ്റി നിർത്തുന്നത്. നിന്റെയൊക്കെ ഉള്ളിലാണ് ഈ വിഷമുള്ളത്, അല്ല വേറെ ആർക്കുമല്ല. പാരമ്പര്യം പറഞ്ഞുകൊണ്ട് വരല്ലേ. എന്താണ് പാരമ്പര്യം അറിയാം? പാളനോ പറയനോ പൊലയനോ വിവാഹം കഴിച്ച ഫസ്റ്റ് നൈറ്റ് ഉണ്ടാക്കുന്ന നമ്പൂരിയ. അപ്പം നിനക്കൊന്നും കുഴപ്പമില്ല, അപ്പം നിനക്കൊക്കെ കൊള്ളാം അവളുമാര്. അപ്പൊ അയിത്തയില്ല, കണ്ണു അടച്ചായിരിക്കും കയറ്റുന്നത്, അപ്പൊ അറിയത്തില്ലായിരിക്കാം. അതേപോലെ നിന്റെ ചരിത്രം ഒരു തലമുറയ്ക്ക് അപ്പുറം ആരാടാ തന്ത? അറിയോ നിനക്ക് തന്ത ആരാണെന്ന്? എഴുതി വെക്കേണ്ടി വരും. അത് മന്നത്ത് പത്മനാഭനല്ലേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്ത ഇല്ലാത്ത ചരിത്രമൊന്നും ഇവിടെ ഇല്ല, അങ്ങനത്തെ കഥകളൊന്നുമില്ല. തുണി ഉടുക്ക ആരാടാ പഠിപ്പിച്ചത്? ഒറ്റ മുണ്ട് കൊടുത്തോണ്ട് വാസ്കോഡ ഗാമയെ വായു പൊളിച്ച് നോക്കിയിരുന്ന ഒരു ചരിത്രമാണ് ഇന്ത്യയിലുള്ള പഴയ കൊച്ചി രാജാവിനുള്ളത്. മറന്നു പോകരുത്. എന്ത് പറഞ്ഞാലും തട്ടിന് മുട്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരും. ചരിത്രബോധമില്ലാത്തവരാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നിൽക്കുന്നത്. ചരിത്രബോധമുള്ളവർ അതിനെ കണ്ണിക്കും. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ പഠിച്ചത് ഹിസ്റ്ററിയാ, എനിക്കത് മനസ്സിലായത് കൊണ്ടാണ് അതിനെതിരെ സംസാരിക്കുന്നത്. അല്ലാതെ മതബോധമല്ല, ഞാൻ മതവാദിയുമല്ല. തലയിൽ തട്ടമിട്ടതാണ് ഒരു പ്രശ്നമെങ്കിൽ ആ തട്ടം ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ എന്റെ സബ്സ്ക്രൈബേഴ്സാണ്, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. അവരൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ഇടുമോ എന്ന് ചോദിച്ചതിന്റെ റിക്വസ്റ്റിന്റെ പുറത്ത് ഞാൻ ഇട്ടു എന്നതിനപ്പുറം ഞാനൊരു മതവാദിയൊന്നുമല്ല. ഞാൻ ഇസ്ലാമായി ജനിച്ചതാണ്, ഞാൻ ഇസ്ലാമായേ മരിക്കുള്ളൂ. അതെന്റെ വീട്ടുകാർക്ക് കൊടുക്കുന്നതിന്റെ വാക്കാണ്, അവരോടുള്ള എന്റെ റെസ്പെക്ട് ആണ്. എന്റെ കുട്ടികളെ ഞാൻ ആ മതവിശ്വാസത്തിന് തന്നെ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അത് നീയും അങ്ങനെയല്ലേ? നീ ജനിച്ചപ്പോ ഇതല്ല, നീ അവിടെ ഹോസ്പിറ്റലിൽ വെച്ചൊന്ന് മാറ്റിയിരുന്നെങ്കിലോ, നീ ഏതെങ്കിലും ക്രിസ്ത്യാനിക്കാണ് പോയി കിടന്നെങ്കിലോ അറിയാൻ പറ്റുമോ? എന്തിനാണ്ടാ ഈ മതവും പറഞ്ഞുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തെളിക്കുന്നത്? ഒരു നഴ്സ് വിചാരിച്ചാൽ തീരാവുന്ന കുത്തിക്കഴപ്പേ നിനക്കൊക്കെ ഉള്ളൂ. മനസ്സിലാകാത്തത് കൊണ്ടാണ്. ജീനിൽ ആരാണെന്ന് അങ്ങനെ അറിയാം. അമ്മ പറയുന്നതല്ലേ വിശ്വാസം, അല്ലാതെ കറക്റ്റ് ഒന്നും അറിയത്തില്ലല്ലോ. ഇപ്പുറത്തും അങ്ങനെ തന്നെ. നീ അത് ഇങ്ങോട്ട് ചോദിച്ചാലും എനിക്കും അതേ പറയാൻ പറ്റുള്ളൂ. ഒന്നും ഉറപ്പില്ല. ഇപ്പം ആശുപത്രി വെച്ച് മാറിയോ ഇല്ലെന്ന് ആർക്കറിയാം? അറിയാൻ പറ്റത്തില്ല. അതൊക്കെ സാഹചര്യമാണ്, എന്താണെന്നൊന്നും അറിയത്തില്ല. മനുഷ്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ 2014 ശേഷമാണ് ഈ വൈകൃതം ഇവിടെ കൂടിയിട്ടുള്ളത്. അത് ഒരുത്തന്റെ വൃത്തികെട്ട രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത മൈത്താണ്ടി മലയാളികളോട് എന്തോ പറയാനാടാ? രാജ്യത്തെ ഏത് വിഭാഗം ജനങ്ങൾ അത് പറഞ്ഞാലും കുഴപ്പമില്ല, മലയാളി അത് പറയരുതടാ. മലയാളിക്ക് അത് മനസ്സിലാകണം. മലയാളി ഏറ്റവും വിദ്യാഭ്യാസമുള്ളവനാണ്, സാംസ്കാരികമായി ഉന്നതിയിലുള്ളവരാണ് മലയാളികൾ. ഈ നാട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാ പുരോഗമനവാദവും ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നവോത്ഥാന നായകന്മാരുണ്ടായിട്ടുള്ളത് മലയാളികൾക്കിടയിൽ നിന്നാണ്. ബോധമില്ലാത്ത നിന്നെയൊക്കെ പറഞ്ഞു കാര്യമുണ്ടോ? അത്രയും ബോധം വരെ സ്വർഗരാജ്യമാണെന്നാണ് ഞാൻ കേരളത്തിനെ പറ്റി പറയുന്നത്. എന്തുകൊണ്ട് വന്ന് വിതറിയിട്ടാലും കിളുത്തു വരുന്നത്? നമ്മളെ ആരും കൂട്ടിയിട്ട് മുട്ടിക്കാനില്ല. മൊത്തം അടച്ചാൽ നമ്മൾ ജീവിച്ചു പോകുന്ന മനുഷ്യരാണ് കേരളത്തിലുള്ളവർ. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ് കേരളീയർ. അവർക്ക് പോലും മറ്റുള്ളവരെ മനസ്സിലാകുന്നില്ല എങ്കിൽ എന്ത് പറയാനാണ്? ഒരു ബോധവും പരബോധവും ഇല്ലാത്ത കുറെ തൊട്ടി RSSകാരന്മാർ വരും മതം ഉണ്ടാക്കാനായിട്ട്, മതവാദികൾ. നിനക്കൊക്കെ ഈ ആരിഫ് ഹുസൈൻ പറയുന്നതാണോ വലുത്? എടാ, എത്ര 35 ലക്ഷം രൂപയുടെ ചതി ചെയ്ത ഒരുത്തനാണ് ആരിഫ് ഹുസൈൻ. സ്വന്തം അമ്മയെ പറ്റി പടുമോശം. നീ പറയുമോ നിന്റെ അമ്മയെ പറ്റി ഇങ്ങനെ ഒരു കാര്യം? അമ്മ നിങ്ങളുടെ വയറ് ഞാൻ കണ്ടെന്ന്. പണ്ട് നമ്മുടെ നാട്ടുമ്പുറത്ത് എത്ര അമ്മമാരാണ് മാറി മറിച്ചോണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്? ഒരു തോർത്തിടും, ഒരു മുണ്ട് കൊടുത്തോണ്ട് കിടക്കും. നമ്മളൊക്കെ എത്രയോ വയറുകൾ കണ്ടിട്ടുണ്ട്. നമുക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമുക്കങ്ങനെ വേറെ എന്തെങ്കിലും ഒരു തോന്നൽ തോന്നിയിട്ടുണ്ടോ? നിനക്ക് തോന്നിയിട്ടുണ്ടോ? പക്ഷെ അവന് തോന്നുന്നുണ്ടെന്നാണ് അവൻ പറയുന്നത്. മതത്തിലുണ്ടെന്നാണ് അവൻ പറയുന്നത്. ലിയാഖത്തിൽ ഇപ്പോഴല്ലേ 5 ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പ് ഞാൻ കൊണ്ടൊന്ന് തെളിയിച്ചത്. സ്വന്തം സഹോദരങ്ങൾ പറയുന്നത് അവരെ വീട്ടിൽ നിന്ന് പൈസ മോട്ടിച്ചിട്ടുണ്ടെന്ന്. ജാമിനയുടെ കേസ് അവളെ സ്വന്തം ഭർത്താവല്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് പൈസ വെട്ടിച്ചിട്ട് പോയി ഞാനാണ് കടമടച്ചത്. ഇതൊക്കെ പണത്തിന് വേണ്ടിയിട്ട് ഇരുന്നുകൊണ്ട് വായ്ത്താളം അടിക്കുന്ന കുറെ വായ്ത്താളി അടിക്കുന്ന വൃത്തികെട്ടവന്മാരാണോ നിന്റെയൊക്കെ റോൾ മോഡൽസ്? ജസ്ന എന്തിനാണ് ഇപ്പൊ പോയത്? തലയിൽ തട്ടമിട്ടുകൊണ്ട് അവളെന്തിന് ഗുരുവായൂർ പോയി? അല്ലാതെ പോയ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കൂല. എന്റെ പ്രിയ വരയ്ക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് അവളെ പൊക്കിക്കൊണ്ട് പോണ്ടേ? പക്ഷെ തട്ടമിട്ടൊരു പെണ്ണാണെങ്കിലേ നിങ്ങൾക്ക് വേണ്ടുള്ളൂ. അവിടെയാണ് മാർക്കറ്റ്. അവള് നിങ്ങളെ വിൽക്കുന്നു, നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കുന്നു. അതെന്തിനാണെന്ന് അറിയാമോ? ഇസ്ലാമിനെ അടിക്കാൻ.
ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീയെ എന്നോ പള്ളിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് അറിയാമോ? രാജ്യത്തെ നിയമം അനുസരിച്ച് അത് പബ്ലിക്ക് പറയാൻ അവർക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അവർ മിണ്ടുന്നില്ല. അല്ലാത്ത പക്ഷെ എന്നെയോ പുറത്താക്കിയ ഒരു സാധനത്തിന് എടുത്തു വെച്ചിട്ട് ആ കിട്ടിയേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് വലിയ സാധനമായിരിക്കും, ഞങ്ങൾക്കത് മുട്ടായി കവർക്ക് പൊതിഞ്ഞ അപ്പിയാണ്, നിങ്ങൾക്കത് തുറന്നെടുത്തപ്പോ അപ്പിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്തു വെച്ച് തിന്നോ. അതിനിപ്പോ എന്താ? അത് പറഞ്ഞുകൊണ്ട് എന്റെ ടൈം ലൈനിൽ വന്ന പച്ചക്ക് ഞാനങ്ങ് തരും. RSSകാരോട് പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് എന്നെ ശല്യം ചെയ്യാൻ ഇങ്ങോട്ട് വരരുത്. ഞാൻ എത്രത്തോളം കാമായിരിക്കുന്നുവോ അത്രത്തോളം നല്ലതാണെന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് ചൊറിയ പലരും സംശയം ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ടൈം ലൈനിൽ വന്നാലും കമന്റ് ഇട്ടാൽ എനിക്ക് മറുപടിയുണ്ട്. ഇവന്മാർ കമന്റ് ഇട്ടാൽ എനിക്ക് മറുപടിയുണ്ട്, എന്റെ കയ്യിൽ മറുപടിയുണ്ട്. പിന്നെ നീ പറയുന്ന കണക്ക് ദോശി കൂശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ഇതൊന്നും ഇവിടെ എറിക്കത്തില്ല. അച്ഛനെ ചേർത്ത് വന്നാൽ ഇവിടെ എറിക്കത്തില്ല, മകനെ ചേർത്ത് വന്നാൽ എറിക്കത്തില്ല. കാരണം ഇതൊക്കെ ചെയ്ത് പാരമ്പര്യമുള്ളവരാണ് അതൊക്കെ പറയുന്നത്. അതില്ലാത്തവർക്ക് അതൊന്നും നോവുകയോ അതൊന്നും വേദന ഉണ്ടാവുകയോ ചെയ്യത്തില്ല. അത്രയേ ഉള്ളൂ. ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഇത് അവതരിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട്, വിഷമമുണ്ട്. അത് അങ്ങനെ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആർക്കെങ്കിലും വൈഷമ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിയലി ഫീൽ സോറി ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലാത്തവർക്ക് അൺസബ് ചെയ്ത് പോകാം. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ. അഭിനയിക്കാൻ എനിക്ക് അറിയത്തില്ല.